إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അല്ലാഹുവിനെ കാണുക എന്നാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവന്റെ അടുത്തേക്ക് മടങ്ങുക എന്നതാണ് അതിലെ ഒരു കാര്യം. അതിൽ തന്നെ അടങ്ങിയ മറ്റൊരു കാര്യം, ആ മടക്കത്തിന് ശേഷം അള്ളാഹുവിന്റെ പക്കലുള്ളത് നേടുക എന്നതുമാണ്. നമ്മുടെ ഇഹലോകത്തെ ജീവിതം അവസാനിക്കാനായി, നമ്മുടെ സമയമായി എന്ന് യഥാർത്ഥ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിളിയാളം ആ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഉണ്ടാകും. സമയമായി എന്ന് യഥാർത്ഥ മുഅ്മിനുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വന്നാൽ പിന്നെ ദുനിയാവിലെ ഓരോ നിമിഷവും അദ്ദേഹത്തിന് പ്രയാസമായിരിക്കുമെന്നാണ്. ദുനിയാവിലെ ഈ കാത്തിരിപ്പൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ വിശ്വാസി മാറ്റപ്പെടും. നല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ മരണപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ വരവേൽക്കാൻ വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുമെന്നാണ്. റബ്ബിന്റെ കനിവും സ്നേഹവും പരിഗണനയും പാപമോചനവും ഒക്കെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കുമെന്നാണ്. അതോടെ ദുനിയാവിന്റെ എല്ലാ കെട്ടുപാടുകളും മറന്ന് പരലോകത്തേക്കുള്ള ഒരു യാത്രയുടെ നിർവൃതിയിൽ ആ മനസ്സും ആ ആത്മാവും അങ്ങനെ അലിഞ്ഞു ചേരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്.
അള്ളാഹു നമ്മയൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേസമയം തന്നെ ധിക്കാരിയായി ജീവിക്കുകയും തന്റെ വിശ്വാസമൊന്നും ശരിപ്പെടുത്താതെ ജീവിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നേരം അയാൾക്കും അതേപോലെയുള്ള ഒരു വെളിപാട് വരും. പോകാൻ സമയമായി എന്നൊരു വെളിപാട് വരുമെന്നാണ്. ആ സമയത്ത് അത്തരത്തിലുള്ള ആളുകൾ വല്ലാതെ അസ്വസ്ഥരാകുമെന്നാണ്. തന്റെ ജീവിതം നിറയെ പാപം കൊണ്ട് തിന്മകൾ കൊണ്ട് ഹോമിച്ചതിന്റെ ഒരു കരിമ്പുക മൊത്തം അതിനു ചുറ്റും പരക്കുന്നത് പോലെ അയാൾക്ക് തോന്നും. ചെയ്തു കൂട്ടിയ തിന്മകളൊക്കെ തനിക്കെതിരെ നിൽക്കുന്നു എന്നതൊക്കെ അയാൾക്ക് ബോധ്യപ്പെടും. ദൈവത്തോടുള്ള ധിക്കാരം കാരണം, അള്ളാഹുവിനോടുള്ള ഒരു ധിക്കാരം കാരണം എല്ലാം അയാൾക്കൊരു കുടുസായി തോന്നുമെന്നാണ്. ദുനിയാവിലേക്ക് തന്നെ പിന്നോട്ട് വലിയാൻ അവൻ വല്ലാതെ പരിശ്രമം നടത്തും. അവന്റെ രോദനങ്ങൾക്ക് റബ്ബ് പക്ഷേ ചെവി കൊടുക്കൂല എന്നാണ്. ആ കരച്ചിലുകൊണ്ടൊരു കാര്യം ഉണ്ടാവും. ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയും. എനിക്കൊന്ന് നീട്ടിത്തന്നിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുമെന്നാണ്. കാരണം മരണത്തിന്റെ മുന്നിൽ ഇങ്ങനെ മരണം മുഖാമുഖം കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, പടച്ചോനെ ഇത് സത്യമാണെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ സത്യമാവുമല്ലോ എന്ന് ബോധ്യപ്പെടും. അതോടുകൂടി ചെയ്തു കൂട്ടിയതൊക്കെ ഒന്ന് നന്നാക്കണം എന്ന് അയാൾക്ക് തോന്നും. പക്ഷേ അതിനുള്ളൊരു അവസരം കിട്ടുകയില്ല. അള്ളാഹുവിന്റെ ശാപവും വെറുപ്പും അവനെ സ്വീകരിക്കുന്ന രൂപത്തിലാണ് അവന്റെ അവസാന സമയം ഉണ്ടാകുക. അള്ളാഹുവിന്റെ ശാപത്തിന് അയാൾ വിധേയനാകും, അള്ളാഹുവിന്റെ വെറുപ്പിന് അയാൾ വിധേയരാകുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബുല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാണാൻ അള്ളാഹുവിനും വലിയ ഇഷ്ടമാണ് എന്നാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനും അത് വെറുപ്പായി തന്നെയാണുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അൽ മുഅ്മിനു ഇദാ ഹളറഹുൽ മൗത്ത് ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വ കറാമതിഹി ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ അമാമഹു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുമ്പിലേക്ക് മരണമെത്തിയാൽ, മരണാസന്നനായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വ കറാമതിഹി. അള്ളാഹുവിന്റെ സംതൃപ്തി, അള്ളാഹുവിന്റെ ഔദാര്യത്തെ പറ്റി അയാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടുമെന്നാണ്. ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ അമാമഹു. അയാളുടെ മുമ്പിൽ മരണം മുമ്പിൽ വരുമ്പോൾ അതിനേക്കാൾ പ്രിയപ്പെട്ടതായി അയാൾക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ആ മരണത്തെ അയാൾക്ക് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ സത്യനിഷേധികളായ മനുഷ്യരോ അൽ കാഫിറു ഇദാ ഹുദിറ ബുശ്ശിറ ബിഅദാബില്ലാഹി വ ഉഖൂബതിഹി. അങ്ങനെ മരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും ആഖിബത്തിന്റെ വളരെ മോശമായ അവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് അയാൾക്ക് ഓർമ്മിപ്പിക്കപ്പെടുക. അങ്ങനെ മരണത്തെ അയാൾ വെറുക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്നത് സുനിശ്ചിതവും സമയം നിർണയിക്കപ്പെട്ട ഒരു സത്യവുമാണ് എന്നത് നമുക്കൊക്കെ അറിയാം. നമുക്കറിയാം ഒരു ദിവസം നമുക്ക് മരിക്കുമെന്ന്. നമ്മൾ അറിയുന്നതിന് മുമ്പേ അതിന്റെ ടൈമൊക്കെ കൃത്യമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അതിൽ വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസമൊന്നും ഏതായാലും ഉണ്ടാവില്ല. മരണം സംഭവിക്കും, എല്ലാവർക്കും സംഭവിക്കും. പക്ഷേ അതിന്റെ രുചി ആസ്വദിക്കുക എന്നുള്ളത്, അതിന്റെ അവസാനത്തെ സമയം അനുഭവിക്കുക എന്നുള്ളത് അത് വിശ്വാസിക്ക് മധുരമായി തോന്നും. മറ്റുള്ളവർക്ക് അതൊരു വെറുപ്പായും ഒരു പ്രയാസമായി തോന്നുമെന്നാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാ ആത്മാവും ആ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥകൾ ഓരോരുത്തർക്കും അതിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാവും. ശരീരത്തിലെ കോശങ്ങളുടെ ചലനം അത് നിലച്ചു പോവലാണ് മരണമെന്ന് ശാസ്ത്രം പറയുന്നു. ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും നിലച്ചു പോവാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ ചലനമാണ് ജീവിതം എന്ന് പറയുന്നത്. ചലിക്കാതിരിക്കുക എന്നത്, നിശ്ചലമാവുക എന്നത് ജീവിതത്തെ നമ്മൾ പറയാറില്ലല്ലോ. എന്നാൽ കനപ്പും തണുപ്പും ബാധിക്കുന്ന ഒരു നിശ്ചലാവസ്ഥ നമ്മളെ പിടികൂടും. അതൊരു മരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോവുകയാണ്.
നമ്മളോട് ചോദിക്കാതെ ഒരു ദിവസം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലായിരുന്ന സമയത്ത് നമ്മളിലേക്ക് കടന്നു വന്ന റൂഹ് അത് നമ്മളോട് ചോദിക്കാതെ ഒരു ദിവസം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പിരിഞ്ഞു പോകുമെന്നാണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുമെന്നാണ്. മരിച്ച ഒരാളുടെ ശരീരത്തിൽ ചലനമില്ല എന്നതല്ലാതെ ഒരു മാറ്റവും പെട്ടെന്നുണ്ടാവുന്നില്ലല്ലോ. ഒരാൾ മരിച്ചാൽ അയാൾക്ക് ചലനമൊന്നുമില്ല എന്നുള്ളതല്ലാതെ അയാളുടെ ശരീരത്തിൽ വേറെ മാറ്റമൊന്നും പെട്ടെന്നുണ്ടാവുന്നില്ല. ക്രമേണയാണ് അയാളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരു ഗ്രാമീണനായ അറബി അയാൾ തന്റെ ഒട്ടകവുമായി നടന്നിങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് തന്റെ ഒട്ടകം കുഴഞ്ഞു വീണ് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ഗ്രാമീണനായ ഒരു നാടനായ അറബിയാണ്. അയാൾക്ക് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലായില്ല. അയാൾ ആ ഒട്ടകത്തിന്റെ ചുറ്റും ഇങ്ങനെ കുറെ നേരം നടന്നു നോക്കി. എന്നിട്ട് ആ ഒട്ടകത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉണർന്ന് എഴുന്നേൽക്കാത്തത്? നിനക്കൊന്ന് എണീറ്റുകൂടെ? നിന്റെ അവയവങ്ങൾക്ക് ഒരു അനക്കമില്ലല്ലോ, പക്ഷേ നിന്റെ കൈകാലുകൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ്. നിനക്കൊരു അനക്കമില്ല, പക്ഷെ നിന്റെ കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നേരത്തെ നിന്നെ എഴുന്നേൽപ്പിച്ചത് ആരായിരുന്നു? നേരത്തെ നിന്നെ ഉണർത്തി നടത്തിയിരുന്നത് ആരായിരുന്നു എന്ന് അയാൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ നിന്നെ വീഴ്ത്തിയതാരാണ്? ആരാണ് നിന്റെ അനക്കങ്ങൾക്ക് തടയിട്ടത് എന്ന് ഈ മനുഷ്യനിങ്ങനെ പുലമ്പി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. അല്പം സമയം കഴിഞ്ഞ് അയാൾ എന്താ ചെയ്യുന്നത്? ഒട്ടകത്തിന്റെ കാര്യം ഓർത്തുകൊണ്ട് അതൊരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കി അയാൾ അങ്ങനെ അതിനവിടെ ഉപേക്ഷിച്ച് നടന്നകന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര ഉള്ളൂ പ്രിയപ്പെട്ടവര്? കുറച്ചു ദിവസം നമ്മളൊക്കെ ഈ നിലക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ. പിന്നെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും മറ്റുള്ളവർ അതിനെ വിട്ടേച്ച് അകന്നകന്നു പോകുന്ന സാഹചര്യം ഓരോരുത്തർക്കും വരാനുണ്ടേ എന്നത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. മരണത്തെപ്പറ്റി ഈ ഗ്രാമീണനായ അറബി പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് എന്താണ് അറിവുള്ളത്, ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. മരണം എന്ന് പറയുമ്പോൾ പലരും അതൊരാപത്തായിട്ട് കാണുന്നവരാണ്. മരണം ഒരാപത്തായിട്ട് കാണുന്ന മനുഷ്യരുണ്ട്. എന്നാൽ മരണം മറന്ന് ജീവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ആപത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മരണം മറന്നുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ ആപത്ത് എന്ന് പറയുന്നത്. മരണമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപത്തായി മാറുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിച്ചു, വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യർക്ക് രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വയസ്സെത്ര കൂടിയാലും മനുഷ്യരായ നമുക്കൊക്കെ രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഒന്നെന്താണ്? ഇനിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. രണ്ടാമത്തെ എന്താണ്? ഇനിയും സമ്പാദിക്കണമെന്ന മോഹമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കൗമാര യുവാക്കൾക്കിടയിലൊക്കെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. നമ്മളിങ്ങനെ ഒരു 10-20 വയസ്സൊക്കെ പിന്നിട്ട് ഒരു 40 വയസ്സിന്റെ ഇടയിലൊക്കെ ആകുമ്പോ നമ്മളെ പിടികൂടുന്ന രണ്ടു തരം തിന്മകൾ ഉണ്ടാവും. ഒന്ന് സെക്ഷൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. ലൈംഗികപരമായി നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ നമ്മുടെ സംസാരം കൊണ്ടുണ്ടാകാം, നമ്മുടെ കണ്ണുകൊണ്ടുണ്ടാകാം, നമ്മുടെ കൈകാലുകൾ കൊണ്ടുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ അവിഹിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകാം. പുതിയ കാലത്ത് അതിനൊക്കെ നിരന്തരമായ അവസരങ്ങളുണ്ട്. തോന്നിവാസങ്ങൾക്ക് ഒരു ലൈസൻസും ആരും ചോദിക്കൂല. നീ എവിടെയായിരുന്നു എന്നൊന്നും അറിയില്ല, നീ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നും അറിയില്ല. പക്ഷേ സംസാരം കൊണ്ട് വ്യഭിചരിക്കുന്ന മനുഷ്യരില്ലേ, കാഴ്ച കൊണ്ട് വ്യഭിചരിക്കുന്ന മനുഷ്യരില്ലേ, അതുപോലെ തന്നെ ചാറ്റിങ്ങിലും അതുപോലെ തന്നെ ഇത്തരം വൃത്തികേടുകളിലുമൊക്കെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയും ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിക്കും. അവന് കുറച്ച് കഴിഞ്ഞിട്ട് തിരുത്താന്ന് വിചാരിക്കും. പക്ഷേ ഇന്ന് തിരുത്താ നാളെ തിരുത്താ എന്ന് പറഞ്ഞ എത്രയോ മനുഷ്യരാണ് ഇന്ന് നമ്മുടെ പള്ളിയുടെ കബറുകളിൽ കിടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. അങ്ങനെ തിരുത്താൻ കാത്തു നിൽക്കുന്നതിനിടയിലായിരിക്കും ചിലപ്പോ നമ്മുടെ റൂഹ് പ്രിയപ്പെട്ടവരെ വേറിട്ട് പോവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് സമ്പാദ്യാണ്. പണം എങ്ങനെ ഉണ്ടാക്കണം, ബുദ്ധിമുട്ടുകൾക്ക് മുമ്പിൽ പണം എങ്ങനെയും വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറും. അടിയന്തരമായ പ്രശ്നങ്ങൾ വരുമ്പോ ഹലാലും ഹറാമും ഒക്കെ മറക്കും. പലിശയുടെ ഇടപാടുകൾക്ക് നമ്മൾ ഹലാലായി പ്രഖ്യാപിക്കും. അതിന്റെ ഫത്വകൾ അന്വേഷിക്കും. പല നെറ്റ്വർക്ക് മാർക്കറ്റുകളൊക്കെ ഉണ്ട്. യുവാക്കൾ പലപ്പോഴും അതിന്റെ കെണികളിൽ വീണുപോവുകയാണ്. പണം വെട്ടുന്ന മാർഗങ്ങളാണ്. ഒരാളെ ചേർത്തിയാൽ, രണ്ടാളെ ചേർത്തിയാൽ, ആദ്യത്തെ പണിയെടുത്താൽ മതി, പിന്നെ ആളുകൾ അങ്ങനെ പണിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പണം വരുന്ന ഒരുപാട് സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. ഹലാലും ഹറാമും നോക്കാതെ യുവാക്കൾ പലരും ഇത്തരത്തിലുള്ള കെണികളിൽ വീണുപോകുന്നുണ്ട്. പണം വരും പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അത് ഹലാലാണോ എന്നതോർക്കാതെ നമ്മൾ പലപ്പോഴും സമ്പാദ്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോയി എന്നതാണ്. ഇനിയും ജീവിക്കണം, അതൊരു നല്ല മോഹാണ്. അത് നന്മയിലല്ലെങ്കിൽ അതും ബാത്തിലായി പോകും.
കുറെ സമ്പാദിക്കണം, അതും നല്ല മോഹമാണ്. പക്ഷേ അതൊക്കെ നന്മയുടെ മാർഗത്തിലല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ലൈംഗികപരമായ ഒരു താല്പര്യം, ഒരു ചിന്തകൾ, വികാരങ്ങൾ, അതിന്റെ തള്ളിച്ചകൾ, അതിന്റെ പേരിൽ നടക്കുന്ന തിന്മകൾ, തോന്നിവാസങ്ങൾ, രാത്രിയുടെ മറവിൽ സ്വകാര്യതകളിലൊക്കെ അത് മനുഷ്യനെ വല്ലാതെ പിഴപ്പിക്കും, വഴിപിഴപ്പിക്കും, അള്ളാഹുവിനെ മറപ്പിക്കും, മരണത്തെ മറപ്പിക്കും, ദുനിയാവിന്റെ രസങ്ങൾ നമ്മളെ കുടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിൽ നിന്നൊക്കെ കുതറി മാറി നമുക്കൊരു ജീവിതം സാധ്യമാകുമ്പോഴാണ് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുക. ആ നിലക്ക് തന്നെയാണ് നമ്മുടെ പണമിടപാടുകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹറാമായ ഒന്നും എന്റെ കയ്യിലില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. പല ആളുകളെ പറ്റിയും പലരും പറയില്ലേ, അയാളുടെ സമ്പാദ്യം അതൊന്നും പറയണ്ട, എത്രയാണ് അയാൾ സമ്പാദിച്ചു കൂട്ടിയത്, അതിനൊക്കെ വല്ല കണക്കുണ്ടോ? എല്ലാം ആളുകളെ പറ്റിച്ചിട്ടാണ്, അനാഥകളുടെ സമ്പത്താണ്, തോന്നിവാസങ്ങൾ ചെയ്തിട്ടാണ്, ആളുകളുടെ കണക്ക് നോക്കാതെയുള്ള ഇടപാടുകളാണ്, പലിശ കൊണ്ട് ജീവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളിൽ പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ആ വിഷയത്തിൽ വീഴ്ച വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, ജീവിച്ച് കൊതി തീർന്നിട്ട് പോയവരാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ജീവിച്ച് കൊതി തീർന്നിട്ട് ജീവിതം അവസാനിപ്പിച്ചു പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് മതി ജീവിതം എന്ന് പറഞ്ഞു പോയവർ, ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞവർ, അങ്ങനെ മനസ്സറിഞ്ഞു പറഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും തീർന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ജീവിച്ചുകൊണ്ടിരിക്കെ മോഹങ്ങൾ ഇങ്ങനെ പൂവണിയാൻ നിൽക്കെ ചിലതൊക്കെ ഇനിയും ബാക്കി വെച്ചാണ് മനുഷ്യരൊക്കെ യാത്ര പോകുന്നത് എന്ന് നമുക്കറിയാം. എന്തെല്ലാം തരത്തിലുള്ള മരണത്തിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട്, വിമാനം തകർന്ന്, വിഷം തീണ്ടി, ഉരുൾപൊട്ടി, വെള്ളപ്പൊക്കമുണ്ടായി, ഹൃദയം പെട്ടെന്ന് നിലച്ചുപോയി, സ്വാഭാവികമായ മരണങ്ങൾ, പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ രസത്തിന്റെ എല്ലാ ചരടുകളും പൊട്ടിച്ചു കളയുന്ന മരണത്തെ നമ്മുടെ ഓർമ്മയിലുണ്ടാകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാ രസങ്ങളും തകർത്ത് കളയുന്ന മരണം നിങ്ങളിലേക്ക് വരുമെന്നത് നിങ്ങൾ മറക്കരുതേ എന്ന് പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അത് മറന്നാൽ അള്ളാഹ് മറന്ന പോലെ, മരണം അങ്ങോട്ട് മറന്നാൽ അള്ളാഹ് അങ്ങോട്ട് മറന്ന പോലെ ആവുമെന്നാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശേഷക്കാരെ, നിങ്ങളുടെ അനന്തരാവകാശികൾ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ വല്ല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനുണ്ട് എങ്കിൽ, ഉപദേശിക്കാനുണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള ആളുകൾ അവരുടെ വസിയത്ത് എഴുതി വെക്കാതെ 2 രാത്രികൾ ഉറങ്ങരുത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. നമുക്കിങ്ങനെ തോന്നുകയാണ്, നമ്മുടെ കുട്ടികൾ, നമ്മളെ കുടുംബക്കാർ, ബന്ധപ്പെട്ടവര്, നമ്മൾ കൂടെ പ്രവർത്തിക്കുന്നവര്, ജീവിക്കുന്നവർ, അവർ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് അവർക്കോട് പറയണം. നിങ്ങൾ അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയണം. എന്റെ സമ്പത്ത് ഇങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് പറയണം. ഹറാമുകൾ ചെയ്യരുത് എന്ന് പറയണം എന്നൊക്കെ ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നിയെന്ന് വിചാരിക്കാം, അയാളോടാണ് റസൂൽ പറയണേ, അത്തരക്കാർ എന്ത് ചെയ്യണം അത് പറയാൻ. അയാൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അയാളെ പെട്ടെന്ന് വസിയത്താക്കി എഴുതി വെക്കണം എന്നാണ്. ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, ഇന്നതാണ് കൊടുക്കാനുള്ളത്, ഇന്നതാണ് മടക്കാനുള്ളത് എന്നൊക്കെ എഴുതി വെച്ചിട്ടല്ലാതെ 2 ദിവസം നിങ്ങൾ ഉറങ്ങരുത് എന്ന് ഓർമ്മിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? അതിന്റെ ഗൗരവം നമ്മൾ ഓർമ്മപ്പെടുത്താനാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള ഇത്തിരി നേരം കൊണ്ട് പരലോകത്തേക്ക് വേണ്ടത് നേടാനായാൽ, നമ്മുടെ ജീവിതമൊക്കെ അർത്ഥമുള്ളതായി, ഇവിടുത്തെ ഇത്തിരി കാലം കൊണ്ട് പരലോകത്തേക്കുള്ളത് നേടാനായാൽ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി എന്നാണ്. പരലോകത്ത് എങ്ങനെയെങ്കിലും കണ്ട് രക്ഷപ്പെട്ടോളും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പരലോകത്ത് എങ്ങനെയെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടോളും, അങ്ങനെ ദുനിയാവിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെയാണ് പരലോകമെന്ന് നമ്മൾ വിചാരിക്കരുത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, വമാ കുന്തും തസ്തതിറൂന യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറാ മിമ്മാ തഅമലൂൻ. പരിശുദ്ധ ഖുർആൻ പറയാൻ, ചില മനുഷ്യരുണ്ട്, നിങ്ങളുടെ കാതോ നിങ്ങളുടെ കണ്ണുകളോ
നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിൽ നിന്നും നിങ്ങൾ ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ. നമ്മുടെ കണ്ണ് നമ്മളെ കൂടെ ഉണ്ട്, കണ്ണ് സാക്ഷി പറയും. നമ്മുടെ കാത് നമുക്കിടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി പറയും. നമ്മുടെ തൊലികൾ നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് സാക്ഷി പറയും എന്ന കാര്യം നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഈ സാക്ഷി പറയുന്നതൊക്കെ നമുക്കറിയാലോ, നമ്മൾ പഠിച്ചതല്ലേ, ഇതൊക്കെ നാളെ പരലോകത്ത് സാക്ഷി പറയും. പക്ഷെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ, അപ്പൊ നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് എന്ന് ഖുർആൻ ചോദിക്കാണ്. ഖുർആൻ പറയുന്നത് നിങ്ങളുടെ അപ്പോഴുള്ള വിചാരം എന്താണ്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ പലതും അള്ളാഹു അറിയുന്നില്ല എന്ന വിചാരം കൊണ്ടാണെന്നാണ്. നമ്മൾ ചെയ്യണ പലതും അള്ളാഹ് അറിയണില്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്കിതൊന്നും നമുക്കെതിരെ വരൂല എന്ന് തോന്നുന്നത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കണ്ണും കാതും നമ്മുടെ ശരീരാവയവങ്ങളും തൊലികളും ഒക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമെന്ന് സൂറത്ത് യാസീനിൽ നമ്മൾ എത്ര വട്ടമാണ് അത് ഓതി കേട്ടത്, മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞു തന്നു, വദാലിക്കും വന്നുക്കുമുല്ലദീ വനൻതും ബിറബ്ബിക്കും. നിങ്ങൾക്ക് അള്ളാഹിനെ പറ്റി ഒരു വിചാരം ഉണ്ടായിരുന്നു. എന്താ വിചാരം? ഞാൻ ചെയ്യണ പലതും അള്ളാഹ് കാണില്ല, ചിലതൊക്കെ എന്താ അതങ്ങനാണ്ട് വിട്ടുവീഴ്ച ചെയ്ത് പോകുമെന്നൊക്കെ വിചാരിച്ചു. അള്ളാഹിനെ പറ്റി നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് അർദാക്കും, അങ്ങനെ നിങ്ങൾ ധരിച്ചു വെച്ചിരുന്നെങ്കിൽ അത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖേദിക്കുന്നവരുടെ കൂട്ടത്തിൽ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് ഖുർആൻ പറയാൻ. അപ്പൊ തൽക്കാലം എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, അള്ളാഹ് നമ്മൾ ചെയ്തോക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് വിചാരിച്ചു പോണ ആ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് ഈ ആയത്ത് വലിയ പാഠമാണ്. അതുകൊണ്ട് ശിർക്കിന്റെ മാലിന്യം തൊടാത്ത, തൗഹീദിൽ അരക്കിട്ടുറപ്പിച്ച, വിശ്വാസവും മരണസ്മരണയുമൊക്കെ അതുപോലെ തന്നെ പരലോകത്തെ വിചാരണയുമൊക്കെ സ്വാധീനിച്ച ഒരു ജീവിതമാണ് നമുക്കുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ കാത്തിരിക്കാൻ നമ്മുടെ റബ്ബുണ്ടാകുമെന്നാണ്. നമ്മെ കാത്തിരിക്കാൻ നമ്മുടെ റബ്ബുണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ അവർക്ക് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എന്റെ റബ്ബ്. അള്ളാഹിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ആളുകള്, സുമ്മസ്തഖാമു, പിന്നെ അള്ളാഹ് പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചവര്, അവർക്ക് മരിക്കുമ്പോൾ എന്തുണ്ടാകും? തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരിലേക്ക് ഇങ്ങനെ സമാധാനവുമായി കടന്നു വരും. എന്നിട്ട് പറയുമല്ല തഖാഫു വലാ തഹ്സനു, നിങ്ങൾ എന്തിനാ പേടിക്കണത്, നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, അള്ള നിങ്ങൾക്ക് കരാറ് പറഞ്ഞ, വാക്ക് പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശികളായിട്ടാണ് നിങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നത് എന്ന് സന്തോഷ വർത്തമാനം കേട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതാർക്കാ കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവർക്കാണ്. മരണത്തെക്കുറിച്ച് ഓർത്ത് തന്റെ ജീവിതത്തിൽ ഹലാലുമായി മുന്നോട്ട് പോയ ആളുകളാണ്, നന്മയിൽ മത്സരിച്ചവരാണ്. അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് ഈ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നാളുണ്ടാവും മറ്റന്നാളുണ്ടാവും എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും. നിനക്ക് അല്ലാഹു നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ. പക്ഷെ ആ നീട്ടിത്തരുന്ന ആയുസ്സിൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനായി ഈ ആയുസ് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആയുസ്സുള്ള കാലത്തോളം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വജഹനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത്. തിരുത്താനുള്ളത് തിരുത്തിയും ചെയ്യാനുള്ളതിനെ കുറിച്ച് ആലോചിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്രമപ്പെടുത്തി നന്മയിൽ മത്സരിച്ച് മുന്നേറുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് അതങ്ങനെ കടന്നുപോകും.
അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, നിന്റെ കാൽപാദം കൊണ്ട് നീ ഈ ഭൂമിയെ ഇങ്ങനെ ചവിട്ടി അരച്ചെങ്ങനെ നടന്നുകൊള്ളുക. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നീ ഇങ്ങനെ അഹങ്കരിച്ചും ചവിട്ടി അരച്ചൊക്കെ നടന്ന ഈ ഭൂമിയിലെ ഈ മണ്ണ് അത് നിന്റെ ശവക്കുഴിയായി മാറും, നിന്റെ ഖബറായി മാറുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീയും ഞാനും എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ദിവസങ്ങൾ ഇങ്ങനെ കൊഴിയുമ്പോ നമ്മുടെ ഓരോ ഭാഗവും ഇങ്ങനെ കൊഴിഞ്ഞു 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 പോവാണ്, ഇല്ലാതാകാൻ. നിന്റെ ആയുസ് ഇതാ തീർന്നുകൊണ്ടിരിക്കുന്നു. ജീവിതം മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നത്. നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം കൂടിയാണ് മരണത്തോടുകൂടി അവസാനിക്കുന്നത്. മരണം മാത്രമല്ല, നമ്മുടെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ അതുകൂടിയാണ് പ്രിയപ്പെട്ടവർ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. കാര്യബോധത്തോടുകൂടി നമ്മൾ ഈ ജീവിതത്തെ കാണണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. കർമ്മങ്ങൾ ഉണ്ടാകണമെന്നാണ്, അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. കർമ്മങ്ങളുടെ ബലത്തിൽ മാത്രമാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. ഇവിടെ ദുനിയാവിൽ ആര് നമുക്ക് വേണ്ടി എന്ത് കാട്ടിക്കൂട്ടിയാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്ത അമലാണ് നമുക്ക് ഭാഗമായിട്ട് മാറാം. നമ്മളുടെ പേരിൽ പലരും പലതും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് നമ്മളെ ബാധിക്കൂല. അള്ളാഹ് നമ്മുടെ ഹൃദയത്തെ നോക്കും, നമ്മുടെ അമൽ ചെയ്ത പുസ്തകങ്ങളെ നോക്കും. അതിൽ നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമുക്ക് ബാക്കിയുണ്ടാകുക. വേറുള്ളതൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. അത് നമുക്ക് മുറിഞ്ഞു പോകാത്ത കർമ്മങ്ങളെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതാണ് നമ്മുടെ ഖബറിലേക്ക് വരിക. നമ്മുടെ മക്കളുടെ ദുആ, നമ്മളിവിടെ ചെയ്ത ജാരിയായ സ്വതക്കകള്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇതൊക്കെയാണ് നമുക്ക് ബാക്കിയുണ്ടാകുക. മരണപ്പെട്ടു പോയാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റോ ചെയ്തോളൂ ഇവൻ ചെയ്തോളൂ എന്ന് വിചാരിച്ച് നിൽക്കേണ്ടതില്ല. നമ്മൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ, നല്ല മനുഷ്യന്മാരായ ആളുകളെ മരണത്തിന്റെ സമയം മലായിക്കത്തുകൾ ഇങ്ങനെ അവരോട് പറയും, യഖൂലൂന സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, സ്വസ്ഥത ഉണ്ടാവട്ടെ, സംതൃപ്തിയോടുകൂടി നിങ്ങൾ ഇരുന്നോളുക. ദുഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്ത അമലുകളുടെ കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നാണ് മലായിക്കത്തുകൾ അവരോട് പറയുന്നത്. അതുകൊണ്ട് നമ്മളും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തെറ്റുകളൊക്കെ സ്വാഭാവികമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പലതരത്തിലുള്ള ദുർബലതകൾക്ക് അടിപ്പെട്ടു പോകും. നമ്മളൊക്കെ പലപ്പോഴും തെറ്റുകളിൽ വീണുപോകും. വേഗം അത് റിയലൈസ് ചെയ്ത് തിരിച്ചറിഞ്ഞ് നമ്മളതിന്റെയൊക്കെ റെമഡി ചെയ്യാന്നുള്ളതാണ്. അത് പരിഹരിച്ച് തൗബ ചെയ്ത് പെർഫെക്റ്റായ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യാന്നുള്ളതാണ്. ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സതുദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സഹോദരൻ ചെമ്മങ്ങോട്ട് മുഹമ്മദ് കയുടെ ഭാര്യ ആയിഷക്കുട്ടി എന്നവർ മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നജീബ് എന്ന് പറയുന്നവരുടെ ഉമ്മ. എല്ലാവരും പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ എല്ലാ സുഹൃതങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയുമൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അവരുടെ വിയോഗം കാരണം അവരുടെ കുടുംബം വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാനുള്ള കരുത്തും അതുപോലെ തന്നെ സഹനത്തിനുള്ള പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ ഉമറാക്കൾ, ഞങ്ങളുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ഉന്നതമായ സ്വർഗീയ ആരാമങ്ങളിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ
നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.